ഇറാൻ ഇസ്രയേൽ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. ഇറാൻ ഇസ്രയേൽ യുദ്ധത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് ഹരിദാസ് സാർ മുഴുവൻ മാധ്യമങ്ങളിലും നമ്മുടേതിലടക്കം. പക്ഷെ എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തെക്കുറിച്ചുള്ള ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇന്ത്യ ഈ യുദ്ധത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ്. കാരണം ഇന്ത്യ ഇസ്രയേൽ ബന്ധത്തെക്കുറിച്ച് നമുക്കൊക്കെ അറിയാം. അപ്പോൾ എന്തായിരിക്കാം ഈ യുദ്ധത്തെക്കുറിച്ചുള്ള ഇന്ത്യയുടെ ഒരു നിലപാട്, ഇന്ത്യയുടെ ഒരു തീരുമാനം? ഏത് തരത്തിലാണ് നമ്മൾ ഈ യുദ്ധത്തെ നോക്കിക്കാണേണ്ടത്? ഇന്ത്യക്ക് ഇറാനുമായിട്ടും ഇസ്രായേലുമായിട്ടും നല്ല ബന്ധമാണുള്ളത്. പല പ്രതിസന്ധി ഘട്ടങ്ങളിലും ഇന്ത്യക്കൊപ്പം നിന്ന രാജ്യങ്ങളാണ് ഇത് രണ്ടും. അത് അക്കാര്യത്തില് എനിക്ക് തോന്നുന്നു ഒരു സംശയവും ഉണ്ടാവേണ്ട കാര്യമില്ല. പാകിസ്ഥാൻ പലപ്പോഴും ഇന്ത്യക്കെതിരെ വാളോങ്ങിയ സമയത്തൊക്കെ ഇന്ത്യൻ പക്ഷത്ത് നിന്നിട്ടുള്ള രാജ്യമാണ് ഇറാൻ. അപ്പോൾ ഇന്ത്യ മാത്രമല്ല, ഇറാനുമായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ വിലയിരുത്തൽ ഇപ്പൊ ആദ്യം നടത്താമെന്ന് എനിക്ക് തോന്നുന്നു. പഴയ പേഴ്സിയാണ് ഇറാൻ. പേഴ്സിയും ഇന്ത്യയും തമ്മിൽ നൂറ്റാണ്ടുകളുടെ അടുപ്പമുണ്ട്. നമ്മൾ ഉത്തരേന്ത്യയിലൊക്കെ പോയാൽ ഈ പേഴ്സ്യൻ ആർക്കിടെക്ചർ, പേഴ്സ്യൻ ആർട്ട് ഒക്കെ ഇന്നും വിസിബിൾ ആണ്. പല പല കെട്ടിടങ്ങളുടെയും ആർക്കിടെക്ചറിന്റെ പിന്നാമ്പുറം തേടിയാൽ അതിനൊരു പേഴ്സ്യൻ ആംഗിൾ ഉണ്ട്. ഇന്നും നമ്മള് ഇറാനിൽ പോയാൽ ഇന്ത്യൻ പേരുകളുള്ള തെരുവുകളുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ആത്മബന്ധം ഇന്ത്യയും ഇറാനും തമ്മിൽ ദീർഘകാലമായിട്ട്, നൂറ്റാണ്ടുകളായിട്ടുണ്ട്. ഇപ്പോഴത്തെ പുതിയ കാലഘട്ടത്തിലാണെങ്കിലും, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മള് 1950-കളിൽ തന്നെ ഇറാനെ അംഗീകരിച്ചിട്ടുണ്ട്. റിപ്പബ്ലിക് ഓഫ് ഇറാൻ 1950-ൽ ഇന്ത്യ അംഗീകാരം കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറൊന്ന്, അവിടെ ഇറാനിൽ ഉണ്ടായിരുന്നത് ഒരു ഷായുടെ ഭരണമാണ്. ആ ഷാ ഒരു പ്രോ അമേരിക്കൻ ആയിരുന്നു, ഒരു പുരോഗമനവാദിയായിരുന്നു. ഇന്ന് ഇസ്ലാമിക രാജ്യങ്ങളിൽ കാണുന്ന പോലുള്ള ഒരു പിന്നാക്ക അല്ലെങ്കിൽ വസ്ത്രധാരണ രീതിയിലടക്കം നിയന്ത്രണങ്ങളില്ലാത്ത ഒരു രാജ്യമായിരുന്നു ഷായുടെ ഇറാൻ. അദ്ദേഹം ഒരു പുരോഗമനവാദിയായിരുന്നു. പക്ഷെ ഈ കോൾഡ് വാറിന്റെ സമയത്ത് സോവിയറ്റ് യൂണിയനും അതുപോലെ തന്നെ അമേരിക്കയും തമ്മിലുള്ള പോരാട്ടത്തിനിടയിൽ ഇറാനില് മതമൗലികവാദത്തിന് വേരോട്ടമുണ്ടാക്കി ഈ ഷാ ഭരണത്തെ അട്ടിമറിക്കുന്നതിൽ അന്നത്തെ സോവിയറ്റ് യൂണിയന് ഒരു വലിയ പങ്കുണ്ടായിരുന്നു. പിന്നീട് ഷാ 1979-ലാണ് ഇറാനിൽ വലിയ വിപ്ലവം നടത്തി, ഇസ്ലാമിക് റവല്യൂഷൻ എന്നാ പറയുന്നത്. ആ ഇസ്ലാമിക് റവല്യൂഷനിലൂടെ അവിടെ ഇസ്ലാമിക ഭരണകൂടം നിലവിൽ വന്നു, ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ നിലവിൽ വന്നു. അന്ന് ഷായെ നാട് കടത്തുകയാണ് ചെയ്തത്. അമേരിക്കൻ പക്ഷപാതിയായ പുരോഗമനവാദിയായ ഷാ ഭരണകൂടത്തെ, അല്ലെങ്കിൽ ഷായ് അതിന്റെ നേതൃത്വം നൽകിയിരുന്ന ഷായ് എന്ന് പറയുന്ന ഒരു രാജകുടുംബത്തെ അവിടെ നിന്ന് നാട് കടത്തി. അന്ന് മുതല് ഇറാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വളരെ വഷളായിരുന്നു. എനിക്ക് വാജ്പേയി പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തോടൊപ്പം ഇറാനിൽ പോകാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഈ ടെഹ്റാനില് പഴയ അമേരിക്കൻ എംബസി ഉണ്ട്. ആ എംബസി അന്ന് ഇസ്ലാമിക വിപ്ലവത്തിന്റെ കാലത്ത് അവിടുത്തെ ജിഹാദി ശക്തികൾ, അല്ലെങ്കിൽ മത മൗലിക ശക്തികൾ കയ്യേറി അവിടുത്തെ അമേരിക്കക്കാരെ ഓടിക്കുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ ചെയ്തത്. ഇന്നും ഈ ടെഹ്റാനില് അല്ലെങ്കിൽ ഇറാനില് US എംബസി ഇല്ല. ആ US എംബസി ഇരുന്ന കെട്ടിടത്തിന്റെ മുമ്പില് ഒരു ബോർഡ് എഴുതി വച്ചിട്ടുണ്ട്, ഇതാണ് പഴയ US എംബസി. അത് കാട് പിടിച്ച് കിടക്കുന്നത് നമുക്ക് കാണാം. ഒരു ചരിത്ര സ്മാരകം പോലെ ഇറാൻ അതിനെ സംരക്ഷിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അത്രമാത്രം ഇറാൻ അമേരിക്ക ബന്ധം വളരെ വളരെ അകൽച്ചയിലാണ്. ഇറാന് നേരെ അമേരിക്ക പലപ്പോഴും പല ഘട്ടങ്ങളിലും ആക്രമണത്തിന് മുതിർന്നിട്ടുണ്ട് എന്നത് നമ്മൾ മറന്നുകൂടാ. ഇറാൻ ഒരു ആണവ രാജ്യമാകാൻ ശ്രമിച്ചത് മുതൽ, അത് ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ ഭാഗമായിട്ടാണ്.
അവർ അണുവായുധങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് UN ഇടപെട്ട് ഇറാനിൽ വ്യാപകമായ പരിശോധനയ്ക്കുള്ള സംവിധാനം ഒരുക്കാൻ അമേരിക്കക്ക് കഴിഞ്ഞു. UN സംഘം എന്ന നിലയിൽ അന്ന് ഇറാനിൽ പോയവർ പലരും അമേരിക്കയുടെ വിദഗ്ധന്മാരായിരുന്നു എന്നതും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ മുൾമുനയിൽ നിർത്താൻ, ഇറാന് മേൽ ഉപരോധം കൊണ്ടുവരാൻ ഒക്കെ അക്കാലത്ത് അമേരിക്ക ശ്രമിച്ചിരുന്നു. പക്ഷെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തുമ്പോഴും ഇന്റർനാഷണൽ ട്രേഡുകൾക്ക് നിയന്ത്രണങ്ങൾ കൊണ്ടുവരുമ്പോഴും ഇന്ത്യക്ക് എണ്ണ നൽകാൻ, ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ക്രൂഡ് ഓയിൽ ഇടപാടുകൾ നടത്താൻ കഴിഞ്ഞിരുന്നു എന്നതാണ്. അങ്ങനെ ഒരു ബന്ധം നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. അത് മാത്രമല്ല, ഇറാന്റെ ഒരു ബാങ്കിന്റെ ബ്രാഞ്ച് ബോംബെയിൽ തുടങ്ങുകയും ഇന്ത്യൻ റുപ്പി അനുസരിച്ച് ഇന്ത്യക്ക് ക്രൂഡ് ഓയിൽ നൽകാൻ ഇറാൻ തയ്യാറാവുകയും ചെയ്തതും ചരിത്രത്തിന്റെ ഭാഗമാണിന്ന്. അങ്ങനെ ഒരു ആത്മബന്ധം നമ്മൾ തമ്മിലുണ്ട്. ഞാൻ ഓർക്കുന്ന വാജ്പേയിയുടെ സന്ദർശന സമയത്ത് ഒരു 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 ടെഹ്റാൻ ഡിക്ലറേഷൻ ഉണ്ടായിരുന്നു. അത് ഒരു പ്രധാനപ്പെട്ട നാഴികക്കല്ലാണ് രണ്ട് രാജ്യങ്ങൾക്കിടയിൽ. ഒന്നിച്ച് നിന്ന് ഒരേപോലെ മുന്നോട്ട് പോകണം എന്നുള്ള സന്ദേശമാണ് നൽകിയത്. നമ്മളിവിടെ കാണേണ്ട വേറൊരു കാര്യം, ഈ ഇറാനിലെ മുസ്ലിങ്ങളില് 95% ഷിയ മുസ്ലിംസാണ്, സുന്നി മുസ്ലിംസ് അല്ല. പാകിസ്ഥാനിലുള്ളത് ബഹുഭൂരിപക്ഷവും സുന്നി മുസ്ലിങ്ങളാണ്. ഈ പാകിസ്ഥാനിലുള്ള സുന്നി മുസ്ലിങ്ങൾ പലപ്പോഴും ഇന്ത്യക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തുന്ന സമയത്ത് ഉത്തർപ്രദേശിൽ മാത്രം ഷിയ മുസ്ലിങ്ങളുടെ ഒരു വലിയ ജനാവലിയുണ്ട്. അവര് ഒരു ദേശീയ മുസ്ലിമിനെ പോലെ ഈ പാകിസ്ഥാൻ നിലപാടുകൾക്കെതിരമായിട്ടുള്ള സമീപനമാണ് കൈക്കൊണ്ടിട്ടുള്ളത്. പലപ്പോഴും വാജ്പേയി ലക്നൌവിൽ നിന്നൊക്കെ ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന സമയത്ത് വാജ്പേയിക്കൊപ്പം ഈ ഷിയ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു. അവരുടെ വോട്ട് അദ്ദേഹത്തിന്റെ വലിയ ഭൂരിപക്ഷത്തിൽ പ്രധാനപ്പെട്ട ഘടകമായിരുന്നു എന്നതും അന്ന് രാഷ്ട്രീയ നിരീക്ഷകന്മാർ വിലയിരുത്തിയിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യയിലെ ഷിയ മുസ്ലിംസ് പൊതുവെ ഒരു ദേശാഭിമാനമുള്ളവരായിരുന്നു, ദേശീയതയോട് ചേർന്ന് നിൽക്കുന്നവരായിരുന്നു, പാകിസ്ഥാന്റെ സമീപനത്തിനൊപ്പം നിൽക്കുന്നവരായിരുന്നില്ല. മറ്റു മുസ്ലിങ്ങൾ മുഴുവൻ ഇന്ത്യക്കെതിരാണ് എന്നല്ല അതിന്റെ അർത്ഥം. പക്ഷെ ഷിയ മുസ്ലിങ്ങളിലെ ബഹുഭൂരിപക്ഷവും ഇന്ത്യക്കൊപ്പമായിരുന്നു, ഇന്ത്യയുടെ നിലപാടുകൾക്ക് പരസ്യമായ പിന്തുണ നൽകിയവരാണ്, പാകിസ്ഥാനെ തള്ളിപ്പറഞ്ഞവരാണ് എന്നതുകൂടി നമ്മൾ ഓർക്കണം. ആ ബന്ധം ഊട്ടി ഉറപ്പിക്കാൻ, അത് ശക്തമാക്കാൻ ഇൻഡോ ഇറാനിയൻ റിലേഷൻഷിപ്പിന് കഴിഞ്ഞിട്ടുണ്ട്. വാജ്പേയി അന്ന് പോയി. അതിനുശേഷം നരേന്ദ്രമോദി, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നരേന്ദ്രമോദിയും പിന്നീട് പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് ഇറാൻ സന്ദർശിച്ചിട്ടുണ്ട്. 2017 ജൂലൈയിലായിരുന്നു മോഡിയുടെ ഇറാൻ സന്ദർശനം. അതൊക്കെ നല്ല സൗഹൃദം ഉണ്ടാക്കിയിരുന്നു. നമ്മളിവിടെ വേറൊരു കാര്യം കൂടി ഓർക്കണം, അമേരിക്കയുമായിട്ട് മോഡിയുടെ ഭരണകാലത്ത് നല്ല അടുപ്പമുണ്ടായിരുന്നു, പൊതുവെ നല്ല സഹകരണം ഉണ്ടായിരുന്നു. അത് ഒബാമയുടെ കാലത്തായിക്കോട്ടെ, ബൈഡന്റെ കാലത്തായിക്കോട്ടെ, ഇപ്പോൾ ട്രംപിന്റെ കാലത്തായിക്കോട്ടെ, മുമ്പത്തെ ട്രംപിന്റെ ഭരണകൂടത്തിന്റെ കാലത്തായിക്കോട്ടെ ഒക്കെ. അപ്പോഴും ഇറാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം മോശമായിരുന്നു. പക്ഷെ ഇന്ത്യയും ഇറാനും തമ്മിലുള്ള സൗഹൃദം അന്നും സാധാരണ നിലയ്ക്കായിരുന്നു. ആ ബന്ധത്തിൽ ഇടപെടാൻ, ഇൻഡോ ഇറാനിയൻ ബന്ധത്തിൽ ഇടപെടാൻ അമേരിക്കയ്ക്ക് ഒരു ചാൻസും ഇന്ത്യ കൊടുത്തിരുന്നില്ല. വേറൊരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, അവിടുത്തെ ഒരു ചബ്രഹാർ തുറമുഖമുണ്ട് ഇറാനില്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഓയിൽ ഇമ്പോർട്ടിനും മറ്റും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണത്. നമുക്ക് എണ്ണ കൊണ്ടുവരുന്നതിനും ഇന്ത്യയുടെ വ്യാപാര ഇടപാടുകൾക്കും ഒക്കെ ചബ്രഹാർ തുറമുഖത്തെ നമ്മൾ ആശ്രയിച്ചിരുന്നു. പാകിസ്ഥാനോട് ചേർന്നുള്ള പടിഞ്ഞാറ് ഭാഗത്തുള്ള തുറമുഖമാണ്. അത് ഡെവലപ്പ് ചെയ്യാൻ 10 വർഷത്തെ ധാരണാപത്രവും ഇന്ത്യയും ഇറാനും തമ്മിൽ ഉണ്ടാക്കിയിരുന്നു. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ നിയന്ത്രണത്തിലാണ് ചബ്രഹാർ തുറമുഖം പോയിരുന്നത് അതിനുശേഷം. അങ്ങനെ ഒരു റാപ്പോർട്ട്, സൗഹൃദം, ബന്ധം ഒക്കെ നമ്മൾ തമ്മിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇറാനെ എതിരായിട്ട്
ഒരു നിലപാട് എടുക്കേണ്ട ആവശ്യം ഇന്ന് ഇന്ത്യക്ക് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ വേറൊരു കാര്യം, ഇതേ സമയത്ത് തന്നെ ഇപ്പോ ഈ അടുത്ത കാലത്ത് നമ്മള് ഓപ്പറേഷൻ സിന്ദൂർ നടത്തി പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകൾക്കെതിരായിട്ട്. ഇസ്ലാമിക ഭീകരക്കെതിരായിട്ടുള്ള ഒരു വലിയ ആക്രമണമായിരുന്നു അത്. ആ സമയത്ത് പാകിസ്ഥാനൊപ്പം നിൽക്കാൻ ഇറാൻ തയ്യാറായിട്ടില്ല എന്നത് ശ്രദ്ധിക്കണം. തുർക്കി നിന്നു, അസർബൈജാൻ നിന്നു, ചൈന നിന്നു. പക്ഷെ ഇറാൻ പരസ്യമായ നിലപാടെടുത്തില്ല. ഒരു ഇസ്ലാമിക രാജ്യമായ പാകിസ്ഥാനിൽ ഇന്ത്യ ആക്രമണം നടത്തുമ്പോഴും ഇന്ത്യക്കെതിരായിട്ട് നിലപാടെടുക്കാത്ത രാജ്യമാണ്. ഇന്നലെ നമ്മൾ ഓർക്കേണ്ടത്, നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കറുമായിട്ട് ഇറാന്റെ വിദേശകാര്യമന്ത്രി ഫോണിൽ സംസാരിച്ചിട്ടുമുണ്ട്. ഇപ്പോ ഇത്തരം ഒരു പ്രതിസന്ധിയിൽ പോലും രണ്ട് വിദേശകാര്യ മന്ത്രിമാർക്കിടയിൽ ആശയവിനിമയം നടത്താൻ കഴിഞ്ഞു എന്നത് ആ ബന്ധത്തിന്റെ നല്ല നല്ല സൂചനകൾ തന്നെയാണ്. ഇനി ഇസ്രായേലിന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. 1977 ജനതാ ഗവൺമെന്റിന്റെ കാലത്ത് അന്ന് മൊറാർജി ദേശായി പ്രധാനമന്ത്രി, എ ബി വാജ്പേയി വിദേശകാര്യമന്ത്രി. അന്ന് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി മോഷെ ദയാൻ അദ്ദേഹം ഡൽഹിയിൽ വന്നു. ഈ കോൺഗ്രസ് ഭരണം ഇന്ത്യയിൽ അവസാനിച്ചു കഴിഞ്ഞപ്പോ ഇസ്രായേലും ഇന്ത്യയും തമ്മിലുള്ള സൗഹൃദത്തിന്റെ സാധ്യതകൾ തേടിയായിരുന്നു മോഷെ ദയാന്റെ വരവ്. അതിന് വേറൊരു കാരണം കൂടിയുണ്ട്. ജനതാ പാർട്ടിയിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നത് ജനസംഘമാണ്. ജനസംഘം ഏത് കാലത്തും ഇസ്രായേലിന് അനുകൂലമായ നിലപാട് എടുത്തിരുന്നു. ഈ നെഹ്റുവിന്റെയും ഇന്ദിരാഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും ഒക്കെ ഈ പ്രോ അറബ് ഇസ്ലാമിക നിലപാടുകൾക്കെതിരായിട്ട് പരസ്യമായിട്ട് രംഗത്ത് വന്നിരുന്ന പ്രസ്ഥാനമാണ് ജനസംഘം. അപ്പൊ ജനസംഘക്കാരനായ വാജ്പേയി വിദേശകാര്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള സൗഹൃദം ഉണ്ടാക്കാൻ പറ്റുമോ, അത് തുടങ്ങി വെക്കാൻ പറ്റുമോ എന്നുള്ള അന്വേഷണമായിരുന്നു മോഷെ ദയാന്റേത്. അന്ന് മോഷെ ദയാൻ ഇന്ത്യയിൽ വന്നത് അവിടുത്തെ പ്രതിരോധ മന്ത്രി എന്ന നിലയ്ക്ക് പരസ്യമായിട്ടല്ല. തലയിൽ മുണ്ടിട്ട് വരിക എന്നൊക്കെ നമ്മൾ നാട്ടിൻപുറത്ത് പറയാറില്ലേ, അജ്ഞാതനായിട്ടാണ് മോഷെ ദയാൻ ഡൽഹിയിൽ എത്തുകയും ഇവിടെ വരികയും വാജ്പേയിയുമായിട്ടും മൊറാർജി ദേശായിയുമായിട്ടും ചർച്ച നടത്തുകയും ചെയ്തു. ഇന്ത്യ ഇസ്രായേൽ റിലേഷൻഷിപ്പ് നല്ല ബന്ധത്തിലാക്കാൻ പറ്റുമോ, സൗഹൃദത്തിലാക്കാൻ പറ്റുമോ എന്നുള്ള ഒരു വിലയിരുത്തലിന് വേണ്ടിയായിരുന്നു അത് എന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. പക്ഷെ അന്ന് ജനതാ പാർട്ടി എന്ന് പറയുന്നത് ജനസംഘമായിരുന്നില്ല. കോൺഗ്രസിന്റെ സംസ്കാരം ഉൾക്കൊള്ളുന്ന അനവധി പേര്, ജയ്ജീവൻ റാവു ഉണ്ടായിരുന്നു, ചന്ദ്രശേഖർ ഉണ്ടായിരുന്നു, ചരൺ സിംഗിനെ പോലുള്ള പഴയ BLD-കാരുണ്ടായിരുന്നു, മൊറാർജിയെ പോലുള്ള സംഘടനാ കോൺഗ്രസ്സുകാരുണ്ടായിരുന്നു. അവർക്കൊക്കെ അങ്ങനെ ഒരു ഇസ്രായേൽ ബന്ധം ഊട്ടി ഉറപ്പിച്ചാൽ അത് ഇന്ത്യയിൽ അപകടമാകുമോ, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എങ്ങനെ വിചാരിക്കും എന്നുള്ള ആശങ്ക നിലനിന്നിരുന്നു. നമ്മളിവിടെ ഓർക്കേണ്ട ഒരു കാര്യം, 1950 ഓഗസ്റ്റില് ഇസ്രായേലിനെ ഇന്ത്യ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിരുന്നു. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് ഇന്ത്യ സർക്കാർ അംഗീകാരം നൽകിയിരുന്നു. അത് നെഹ്റുവിന്റെ കാലഘട്ടത്തിലാണ്. 1953 ഇസ്രായേലിന്റെ കോൺസുലേറ്റ് ബോംബെയിൽ തുടങ്ങിയിരുന്നു. പക്ഷെ എങ്കിലും നയതന്ത്ര ബന്ധമുണ്ടായിരുന്നില്ല. ആ നിലയ്ക്ക് ഒന്നിച്ചു പോകാൻ ഇന്ത്യയിലെ രാഷ്ട്രീയ നേതൃത്വത്തിന് ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല. അവര് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ വെറുപ്പിക്കും ഇസ്രായേലുമായിട്ട് അടുത്താൽ എന്നുള്ള ആശങ്കയോടുകൂടി ഒരു നിലപാടെടുത്ത് മാറി നിന്നു. പാലസ്തീനിലെ അറാഫത്തിനെ പറ്റി നമ്മൾ പലപ്പോഴും ഇന്ത്യയിൽ കണ്ടിട്ടില്ലേ? ഇന്ത്യയുടെ ഒരു വീരപുത്രനെ പോലെ ഇന്ത്യയിൽ ക്ഷണിച്ചു വരുത്തി പലപ്പോഴും കൊണ്ടുവരുന്നത് ആ കാലഘട്ടത്തിൽ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിരുന്നു. പക്ഷെ പിൽക്കാലത്ത് ഇന്ത്യയും ഇസ്രായേലും നല്ല സൗഹൃദത്തിലായി. ഇന്ത്യയുടെ തലസ്ഥാനത്ത് ഇസ്രായേലിന്റെ എംബസി വന്നു.
ഇന്ത്യക്ക് ടെൽ-അവീവിലും എംബസി വന്നു. മാത്രമല്ല 1971 ഇൻഡോ പാക് വാർ, അതായത് ബംഗ്ലാദേശ് യുദ്ധം, ആ സമയത്ത് അമേരിക്ക പരസ്യമായിട്ട് പാകിസ്ഥാനൊപ്പം നിന്നിരുന്നു എന്നത് ഓർക്കുക. നമ്മുടെ കൂടെ സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇസ്രായേൽ നമ്മളെ ആയുധം തന്ന് സഹായിച്ചു. ഒരുപാട് ആയുധങ്ങൾ തന്ന് ഇന്ത്യയെ സഹായിച്ചത്, പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിച്ച രാജ്യമാണ് ഇസ്രായേൽ. 1999 കാർഗിൽ യുദ്ധകാലത്ത് ഇതേപോലെ തന്നെ ഇന്ത്യക്ക് നിർണായകമായ സുരക്ഷാ വിവരങ്ങൾ ഷെയർ ചെയ്യുന്നതിൽ, ആയുധങ്ങൾ പ്രദാനം ചെയ്യുന്നതിലൊക്കെ ഇസ്രായേലിന് ഒരു വലിയ റോൾ ഉണ്ടായിരുന്നു. 2000 മോഡി ഗവൺമെന്റിന് ശേഷം ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ നല്ല സൗഹൃദമാണ്. ഒരു എന്താ പറയാ, ഇത്രയ്ക്ക് അടുപ്പമുള്ള രാജ്യങ്ങൾ കുറവാണ്, ഇത്രയ്ക്ക് സൗഹൃദമുള്ള രാജ്യങ്ങൾ കുറവാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ത്യയുടെ പഴയ രാഷ്ട്രപതി പ്രണാബ് മുഖർജി ഇസ്രായേൽ സന്ദർശിച്ചത് ഓർക്കുക. നരേന്ദ്രമോദി ഇസ്രായേലിൽ പോയി. ഒരുപക്ഷെ ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി ഇസ്രായേൽ പോകുന്നത് ആദ്യമായിട്ടാണ്. അങ്ങനെ ഒരു 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 നല്ല നല്ല ബന്ധമുണ്ട്. ഇന്ത്യ പ്രതിരോധ രംഗത്ത് പരസ്പരം സഹകരിക്കുന്നുണ്ട്. ഇന്ത്യയും തമ്മിലുള്ള വാണിജ്യ ഇടപാടുകളും, അത് ഞാൻ ഒരു കണക്ക് ഞാൻ പറയാം. ഇപ്പോ ഈ കഴിഞ്ഞ 2022 മാത്രം ഇസ്രായേൽ ഇന്ത്യയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ക്രൂഡ് ഓയിൽ $3.2 ബില്യൺ ആണ്. ഇപ്പൊ ഇന്ത്യ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ്. നമുക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങിയിട്ട് വേണം നമ്മുടെ കാര്യങ്ങൾ നടത്താൻ. പക്ഷെ ഇന്ത്യയിൽ നിന്ന് ഇസ്രായേൽ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ചെയ്യും. അതുപോലെ ഒരുപാട് വാണിജ്യ രംഗത്ത് നല്ല നല്ല സഹകരണമാണ് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നലെ ഈ ഇറാൻ എതിരെ ഇസ്രായേൽ കടുത്ത ആക്രമണം നടത്തുകയും അവരുടെ ആണവ ശാസ്ത്രജ്ഞന്മാരെ വധിക്കുകയും ആണവ കേന്ദ്രത്തിന് നേരെ ആക്രമണം നടത്തുകയും ഒക്കെ ചെയ്ത വാർത്തകൾ പുറത്തുണ്ട്. അതിനുശേഷം ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാഹു നരേന്ദ്രമോദിയെ വിളിച്ചിരുന്നു. അവർ സംസാരിച്ചിരുന്നു. അക്കാര്യം നരേന്ദ്രമോദി തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പൊ അത് സ്ഥിരീകരിക്കുമ്പോൾ തന്നെ ഇന്ത്യയുടെ നിലപാട് വ്യക്തമല്ലേ. അപ്പൊ നമ്മളിവിടെ ജയശങ്കറിനെ ഇന്നലെ ഇറാന്റെ വിദേശകാര്യമന്ത്രി വിളിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. അതേപോലെ തന്നെ ഇസ്രായേലിന്റെ വിദേശകാര്യമന്ത്രിയും നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കറുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോ ഇവർക്കൊക്കെ ഇടയിൽ ഒരു മധ്യസ്ഥനെ പോലെ രണ്ടുപേർക്കും സമീപിക്കാവുന്ന ഒരു എല്ലാവർക്കും അംഗീകരിക്കാവുന്ന ഒരു നേതാവായിട്ട് മോഡിയും ജയശങ്കറും മാറുന്നില്ലേ എന്നതും കൂടി നമ്മൾ കാണണം. ഇത്തരം പ്രതിസന്ധികളിൽ നിഷ്പക്ഷ നിലപാടെടുക്കുന്നത് പുതിയ കാര്യമല്ല. ഇപ്പൊ യുക്രൈൻ റഷ്യ യുദ്ധം നടക്കുന്നുണ്ട്. അവിടെ നമ്മൾ രണ്ട് പക്ഷത്തുമില്ല. റഷ്യയെ നമ്മൾ പരസ്യമായിട്ട് പിന്തുണച്ചിട്ടില്ല, യുക്രൈനെ എതിർത്തിട്ടുമില്ല. അങ്ങനെ ഒരു സമീപനം ഇന്ത്യ ഈ പുതിയ ഇസ്രായേൽ ഇറാൻ കോൺഫ്ലിക്റ്റിനിടയ്ക്ക് സ്വീകരിക്കാൻ കഴിയണം എന്ന് തന്നെയാണ് നമ്മളൊക്കെ കരുതുന്നത്. നമുക്ക് ഇറാനെ വെറുപ്പിക്കേണ്ട കാര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇന്ത്യയെ സഹായിച്ചിട്ടുള്ള രാജ്യമാണ്. ഇന്ത്യയുമായിട്ട് നൂറ്റാണ്ടുകളുമായിട്ടുള്ള സാംസ്കാരിക ബന്ധമുള്ള രാജ്യമാണ്. അപ്പോ മാത്രമല്ല, സ്ട്രാറ്റജിക് ആയിട്ട് പാകിസ്ഥാന്റെ പടിഞ്ഞാറൻ ഭാഗത്ത് കിടക്കുന്ന ഒരു രാജ്യമെന്ന നിലയ്ക്ക് സ്ട്രാറ്റജിക്കലി ഓൾസോ അത് ഇന്ത്യക്ക് പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രം തന്നെയാണ്. അതിനെ കൂടെ നിർത്തേണ്ടത് ഇന്ത്യയുടെ ആവശ്യമാണ്. അതുകൊണ്ട് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നം, ഇറാനും അമേരിക്കയും തമ്മിലുള്ള പ്രശ്നം, മറ്റു ചില പാശ്ചാത്യ രാജ്യങ്ങളും ഇറാനും തമ്മിലുള്ള പ്രശ്നം അത് അവർ തീർക്കട്ടെ. നമ്മൾ നമ്മുടേതായ നിലയ്ക്കുള്ള സൗഹൃദവും ബന്ധങ്ങളും നിലനിർത്തണം എന്ന് തന്നെയാണ് ഇന്ത്യ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു ഇന്നലത്തെ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിയുടെ ഫോൺ സംഭാഷണങ്ങളിൽ നിന്ന് തന്നെ, അത് പരസ്യമാക്കാതിൽ നിന്ന് തന്നെ വ്യക്തമാണ്.
യെസ്, എന്തായാലും ഇന്ത്യയുടെ നിലപാട് ഇറാനൊപ്പമാണോ ഇസ്രയേലിനൊപ്പമാണോ എന്ന് ചോദിച്ചാൽ ഹരിദാസ് സാർ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയും ഇറാൻ വിദേശകാര്യമന്ത്രിയും തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. ഇസ്രയേൽ വിദേശകാര്യമന്ത്രി നമ്മുടെ വിദേശകാര്യമന്ത്രിയുമായിട്ടും സംസാരിച്ചിട്ടുണ്ട്. മാത്രമല്ല, നെതന്യാഹുവും മോദിയും തമ്മിലുള്ള ഒരു ഫോൺ സംഭാഷണത്തെ കുറിച്ചുള്ള വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഒരു മധ്യസ്ഥ സ്ഥാനം പോലെ ഇന്ത്യ എടുക്കുന്ന നിലപാടുകളും ശ്രദ്ധേയമാവുകയാണ്. വ്യക്തമാണ്. താങ്ക് യു ഹരിദാസ് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.